നമ്മൾ ലാലേട്ടൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു അഭിനയം കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ എമ്പുരാനിലൊക്കെ കണ്ടതും ലാലേട്ടൻ്റെ മാസ്സായിട്ടുള്ള റോളാണെങ്കിൽ ഇതിൽ തുടരുമ്പിൽ നല്ല നല്ല നാച്ചുറലായിട്ടുള്ള ലാലേട്ടനാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടറെയാണ് നമ്മളിതിൽ കാണുന്നത്. അതേപോലെ തന്നെ ശോഭന മാമായിട്ടുള്ള കോമ്പിനേഷൻ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു മാമ്പഴക്കാലമാണ് ശോഭന ലാലേട്ടൻ കോമ്പോയിൽ വന്ന അവസാന പടം. അത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അത് കഴിഞ്ഞിട്ടൊരു ഇങ്ങനെയുള്ള ഇവരുടെ ഒരു കോംബോ വന്നിട്ടില്ല. അപ്പം നമുക്കിത് കഴിഞ്ഞ് വരുന്ന പ്രേക്ഷകരോട് തന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കാം. തുടരും പടത്തിൻ്റെ എൻഡ് ടൈറ്റിൽ വെച്ച് തന്നെ പറയാം, മോഹൻലാൽ തുടരും. ഒരു കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ ആസ് എൻ ആക്ടർ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ മൂവിയായിരുന്നു തുടരുക. ഫസ്റ്റ് ഡേ പക്ഷേ നമുക്ക് തരുമൂർത്തി എക്സ്പ്രഷൻ കുറച്ച് വേണം പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വന്നത്. പക്ഷേ എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിൽ ഈ കുറച്ച് നാളായിട്ട് നമ്മൾ ലാലേട്ടൻ ആസ് എ സ്റ്റാർ സെലിബ്രേറ്റ് ചെയ്യണം. ഈവൻ എമ്പുരാനിൽ പോലും ലാലേട്ടൻ്റെ സ്റ്റാർ ഓവറാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ഇതിനകത്ത് നേരിന് ശേഷം ലാലേട്ടൻ ആസ് എൻ ആക്ടർ, ലാലേട്ടൻ ആസ് എ കോമൺ മാൻ, എന്നാൽ ലാലേട്ടൻ ആസ് എ മാസ് ഹീറോ, ലാലേട്ടൻ ആസ് എ സ്റ്റാർ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജ് തരുമൂർത്തി തന്നേക്കണേ. അതിന് ഹാറ്റ്സ് ഓഫ് ടു ഹിം ആൻഡ് ദ വേ ഹി എക്സിക്യൂട്ടഡ് ദ മൂവി. ഒരു ലാലേട്ടൻ പടം എന്ന് പറഞ്ഞ രീതിയിൽ ഹൈപ്പ് ഒരുപാട് കൊടുക്കാതെ വളരെ കുറച്ച് വന്ന് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ആൾക്കൊരു കിക്ക് കിട്ടും വേണ്ടില്ല. ഇനിയിപ്പോൾ ഇത് റിവ്യൂ കണ്ടിട്ട് പോണവർക്കായാലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് പാർ ചെയ്യും, അതായത് മറികടക്കും ഉറപ്പാണ്. കാരണം അതിനുള്ള പടം പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. സെലിബ്രേറ്റ് ചെയ്യാനുള്ള കുറേ മൊമെൻറ്റ്സ്, ലാലേട്ടൻ്റെ ഇമോഷൻസ്, ലാലേട്ടൻ ചിരിക്കുമ്പോൾ, ലാലേട്ടൻ കരയുമ്പോൾ നമുക്ക് അറിയാൻ തോന്നും, ചിരിക്കുമ്പോൾ ചിരിക്കാൻ തോന്നും, ആൻഡ് ലാലേട്ടൻ മുണ്ട് പറക്കുമ്പോൾ നമുക്ക് കൈയടിക്കാൻ തോന്നും, ഗൂസ്ബംസ് വരും. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു സാധാരണ ഓഡിയനോ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാനോ അല്ലെങ്കിൽ ലാലേട്ടൻ സ്ലീപ്പർ ഫാൻസിനോ ആർക്കും പടം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ശോഭനാമയുടെ കോമ്പിനേഷൻ സീൻസ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ശേഷം അവരുടെ ഒരു കോമ്പിനേഷൻ സീൻസ് സെക്കൻഡ് ഹാഫിലൊക്കെ ശോഭനാമ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യാറുണ്ട്. കുറേ നോട്ടങ്ങൾ, ഭാവങ്ങൾ ആൻഡ് മ്യൂസിക് അറിയാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജോർജ് സാറിന് അഭിനയിക്കുന്ന പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. പുള്ളി അടിപൊളി ആക്കണം, എനിക്ക് പേറിയില്ല. ഹാസ് ഡൺ എ ഗുഡ് ജോബ്. ലാലേട്ടൻ്റെ ഒപ്പം കട്ടയ്ക്ക് അത് സീനായിരുന്നു. ആൻഡ് വലിയ നിങ്ങൾ നേരെ പഠിക്കില്ല റിവ്യൂസ് ഒന്നും കാണാൻ. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി. ദിസ് ഇസ് ഗോണ ബി എ നെക്സ്റ്റ് ഹിറ്റ് ഓഫ് ലാലേട്ടൻ ആൻഡ് മോഹൻലാൽ തുടരും. അടിപൊളി പടം. മോഹൻലാലായാലും ശോഭനായാലും എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫൈറ്റ് ഇഷ്ടപ്പെട്ട്, മാസാണ്, എല്ലാം കൊണ്ട് നിങ്ങൾക്ക് മസ്റ്റ് വാച്ചാണ്. എമ്പുരാനിലെ ടൈപ്പ് ലാലേട്ടനാണ് ഇഷ്ടം, തുടരുമ്പിലെ പോലുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ പടത്തിലും ഒരേപോലെ തന്നെ ഒരു രാജാവാണ് മോഹൻലാൽ. ലാലേട്ടൻ ഫാനാണ്, കട്ട ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ മമ്മൂട്ടി പിന്നെ ഇഷ്ടമാണ്. തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ ഈ ചിത്രത്തിലൂടെ ഒരു ഒന്നാം കിട സംവിധായകന്റെ നിരയിലേക്ക് എത്തി. പിന്നെ ഇതിന്റെ കാസ്റ്റിംഗ്, BGM, പിന്നെ എഡിറ്റിംഗ് എല്ലാം സൂപ്പറാണ്. നമ്മളെ ഇന്റർവ്യൂ ശേഷം നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ എന്റെ ഹൃദയത്തിന്റെയൊക്കെ BP വളരെയധികം കൂടി. അത്രത്തോളം മനോഹരമായ ദൃശ്യാവിഷ്കാരം. കുടുംബ പ്രേക്ഷകർക്കെല്ലാം ഇപ്പോൾ ഇഷ്ടപ്പെടും. ബാക്കി ഞാൻ പറയുന്നില്ല. നല്ല പടം, ഫാമിലി ആയിട്ട് ഇടിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല പടം, ഫാമിലി ആയിട്ട് ഇടിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ലാലേട്ടൻ ഫാനാണ്. നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ട്. സൂപ്പർ, അടിപൊളി സിനിമ, നല്ല സിനിമ. മോഹൻലാൽ ലാലേട്ടൻ നന്നായിട്ടുണ്ട്. ആ കണ്ടിരുന്നു. അതേ, ലാലേട്ടൻ നല്ലതാണ്. ആ ബ്ലോക്ക് ബസ്റ്ററാണ്, നല്ല പടം, 100 കോടി ഉണ്ടാവും. പിന്നെ പറഞ്ഞോട്ട് നല്ലൊരു ഡയറക്ടറും നല്ലൊരു തിരക്കഥ ഉണ്ടെങ്കിൽ ലാലേട്ടനെ പോലെ ഒരാൾക്ക് ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുക. ദൃശ്യത്തിനേക്കാളൊക്കെ നല്ല മേളിൽ നിൽക്കും, ദൃശ്യത്തിനൊക്കെ മേളിൽ നിൽക്കുന്ന പടമാണ്. പിന്നെ എന്താ, ഇമോഷണൽ ത്രില്ലറാണ് പടം. നല്ല ഫൈറ്റിംഗ് ഉണ്ട്, നല്ല സോങ് ആണ്.
മൊത്തത്തിൽ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല ഇമോഷണൽ ത്രില്ലറാണ്, നന്നായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ദൃശ്യം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഇമോഷണൽ മൂവി എന്ന് പറയുന്ന ബെസ്റ്റ് മൂവി ഇതാണ്. ശോഭന മാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാരാണ്. സുനിലേട്ടൻ ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് സുനിലേട്ടനാണ്, കൊടുങ്ങല്ലൂർക്കാരൻ ആളാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. നല്ല മൂവിയാണ്, ഒന്നും പറയാനില്ല. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. നമ്മൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽസിന്റെ ഒരു കുടുംബചിത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. ലാസ്റ്റ് വരെ നമ്മളെങ്ങനെ കൊടുമ്പിരി വെള്ളിക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരു പടമാണ്. ഫാമിലി പടമാണ്. അതോടൊപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ കാണാം.